ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വി ഫിറ്റ്നസ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്നെനിക്ക് പറയാൻ തോന്നിയ കാര്യം ജിമ്മിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ടെക്നിക്കായ പ്രോഗ്രസീവ് ഓവർലോഡിനെ കുറിച്ചാണ്. അതായത് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണ്. അത് ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, സാധാരണ ആൾക്കാരായിക്കോട്ടെ, ജനറൽ ഫിറ്റ്നസ് ആയിക്കോട്ടെ, ബോഡി ബിൽഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ വർക്കൗട്ട് ട്രാക്ക് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. ഓക്കെ, ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അത് നോർമലി അത് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വെയിറ്റ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഐ മീൻ, ഇപ്പോൾ ലാസ്റ്റ് ടൈം ബെഞ്ച് പ്രസ്സിൽ, ഇംഗ്ലണ്ട് പ്രസ്സിൽ അവർ ഒരു 40 kg ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അവർ 45 ആക്കാനോ 50 ആക്കാനോ ശ്രമിക്കുന്നുള്ളൂ. അത് മാത്രമല്ല പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് കൂടുതൽ കഴിഞ്ഞ വീക്കിനെക്കാട്ടും അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനെക്കാട്ടും വെയിറ്റ് കൂടുതൽ ചെയ്യുക എന്നുള്ളതല്ല പ്രോഗ്രസീവ് ഓവർലോഡിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് പല രീതിയിലും ആവാം. ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ സ്ട്രെങ്ത് അത്ര ഗെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ടു ഇൻക്രീസ് യുവർ ഇൻറ്റൻസിറ്റി. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം വെയിറ്റിൽ തന്നെ ഒരു റെപ്പ് കൂടെ മാക്സിമം അടിച്ച് നോക്കുക, അല്ലെങ്കിൽ ഹാഫ് റെപ്പ് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മളൊന്ന് ആ റെപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും പ്രോഗ്രസീവ് ഓവർലോഡ് തന്നെയാണ്. നമ്മൾ ട്രൈ ചെയ്യുന്നതും പ്രോഗ്രസീവ് ഓവർലോഡാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള റേഞ്ച് ഓഫ് മോഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. അതായത് എക്സെൻട്രിക് പോർഷൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പതുക്കെ ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ താഴെ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെച്ച് പൊസിഷനിൽ കുറച്ചു നേരം പൗസ് ചെയ്തിട്ട് അത് ചെയ്ത് നോക്കുക. അതും ഒരു മെത്തേഡ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ടൈം അണ്ടർ ടെൻഷൻ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ അത് തന്നെ അതിലും ചെയ്യുക. ആ ടൈം അണ്ടർ ടെൻഷൻ നമ്മൾ ഇപ്പോൾ ഞാൻ പോസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ എത്ര സമയം നമ്മളെ മസിൽ സ്ട്രെസ്സിലിരിക്കുമോ, അതായത് ആ സ്ട്രെസ് പൊസിഷനിലിരിക്കുമോ അത്രയും ഹൈപ്പർട്രോഫി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും മസിൽസിന്. ഓക്കെ, അതും ഒരു ഇത് തന്നെയാണ്, ഐ മീൻ മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും വെയിറ്റ് ആഡ് ചെയ്ത് മാത്രമേ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാവൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇതുപോലത്തെ മെത്തേഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞതെന്നാണ്. കാര്യം വലിച്ചു നീട്ടി പറയാൻ എനിക്കറിയില്ല, പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും എനിക്കറിയില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്കൊരു ബോർഡ് എടുത്ത് വെച്ച് അതിൽ എഴുതി ആൾക്കാരെ സ്കൂളിൽ പഠിപ്പിക്കും പോലെ പഠിപ്പിക്കാനും അറിയില്ല, പോഡ്കാസ്റ്റിൽ വന്നിരുന്ന് പറയാനും അറിയില്ല. അതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, പീസ് ഔട്ട്.